വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അർജുൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് 8 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഇതേവരെ ഒന്ന് കണ്ടെത്താൻ, ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിയാത്ത തരം വല്ലാത്തൊരവസ്ഥയിലേക്ക്, ദയനീയമായ അവസ്ഥയിലേക്കാണ് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ആ ദൗത്യ സംഘത്തിന് പൂർത്തീകരിക്കാൻ കഴിയട്ടെ. ഞങ്ങൾക്ക് എല്ലാവരുടെയും ആഗ്രഹം ഒരു ജീവൻ്റെ തുടുപ്പോടെ അർജുനെ തിരിച്ചു കിട്ടാനാണ്. ഏതവസ്ഥയാണെന്ന് നമുക്കറിയില്ല. ദിവസങ്ങൾ 8 പിന്നിട്ടു. എന്താണ് സംഭവമെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇങ്ങകലെ കോഴിക്കോട് ഒരു പ്രിയപ്പെട്ട ഭാര്യ കാത്തിരിപ്പുണ്ട് അർജുനു വേണ്ടി. തൻ്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ആ പ്രിയതമ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതിയിരിക്കുകയാണ്. 8 ദിവസമായി ഒന്നും കഴിക്കാതെ കുടിക്കാതെ മാനസികമായി തളർന്നിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് മാതാവ്, ഒരു ഭാഗത്ത് പിതാവ്, ഒരു ഭാഗത്ത് സഹോദരി, മറ്റു ഭാഗത്ത് ജനങ്ങൾ, കൂട്ടുകാർ, ഇങ്ങനെ എല്ലാവരും, കേരളം മുഴുവനും ഒന്നാകെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അർജുൻ ഒന്ന് തിരികെ വരുമോ എന്ന് കരുതിയിട്ട് ആ ഒരു മുഖം കാണണമെന്ന ആഗ്രഹത്തോടെ എല്ലാവരും ഓരോ മലയാളികളുടെ സ്വീകരണ റൂമിലും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ടെലിവിഷൻ്റെ മുന്നിൽ എന്താണ് അവസ്ഥ എന്ന്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ പെട്ടെന്ന് തന്നെ ദൗത്യ സംഘത്തിന് ഇത് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് വല്ലാതെ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ. നാളെ നമ്മളും ഇതുപോലെയൊക്കെ കുടുങ്ങിപ്പോകുന്ന ദയനീയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാമെന്നതേ ഉള്ളൂ. നമ്മളെപ്പോലെ ഒരു സുഹൃത്ത്, നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. കുടുംബം നോക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു വല്ലാത്തൊരവസ്ഥ, സ്വന്തം കുടുംബത്തെ ഒന്ന് നിർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇത്ര വലിയ ഭാരിച്ച ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ. ഏതായാലും രക്ഷാദൗത്യം വളരെയേറെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇപ്പോഴാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞ ചൊവ്വാഴ്ച, ഇന്നിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ 8:30 നടന്ന സംഭവമാണ്. ഇപ്പോൾ അടുത്ത ചൊവ്വാഴ്ചയായി, 8 ദിവസം പിന്നിട്ടു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തിരച്ചിൽ തുടങ്ങാൻ കാരണം കുറേ മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളില്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് പുറം ലോകത്ത് പോലും അറിയാൻ കഴിയില്ല. അവിടെ ഒതുങ്ങി അങ്ങ് തീരേണ്ടി വന്നേനെ. കാരണം അതിനകത്ത് തന്നെ ഒരുപാട് പേര് ഇവിടെ പറയുന്നുണ്ട്. അവിടെ പരിസരത്ത് ചായക്കട നടത്തിയിരുന്ന 5 കുടുംബാംഗങ്ങൾ, അതിൻ്റെ 5 പേര്, ആ കുടുംബത്തിലുള്ള 5 പേര് അതിനകത്ത് പെട്ടുപോയി മണ്ണിടിച്ചിലിൽ. അതുപോലെ ആ നാട്ടിലുള്ള ഒരുപാട് പേര്, അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ട് പോലും ഒരു ഗവൺമെൻറ്റും അതിനെതിരെ ഒരു നിയമ നടപടിക്ക് ഒന്നും തയ്യാറായില്ല. പക്ഷേ മാധ്യമങ്ങളുടെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമവും അവരുടെ ഒരു മുന്നോട്ട് പോക്കും കൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അതുകൊണ്ട് തന്നെ ഒരുപാട് വൈകിയിരുന്നു. അന്നേ തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവനോടെയെങ്കിലും നമുക്ക് അർജുനെ കിട്ടുമായിരുന്നു. ഇനിയുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും നമുക്ക് ദുആ ചെയ്യാം. കാരണം നമ്മളെപ്പോലൊരു സഹോദരനാണ്. കാത്തിരിക്കുന്നൊരു ഭാര്യയുണ്ട്, മകനുണ്ട്, അതുപോലെ ഉമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. എല്ലാവരും ആ സഹോദരനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജീവനോടെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവെ, കരുണയുള്ള റഹ്മാനെ, ആ പ്രിയപ്പെട്ട ആ സഹോദരനെ ഒരു കുഴപ്പവുമില്ലാതെ, ഒരു കേടുപാടുമില്ലാതെ അള്ളാഹുവെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അള്ളാഹു ഇത്രയും പെട്ടെന്ന് ദൗത്യ സംഘത്തിന് അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ. അള്ളാഹുവെ പടച്ചവനെ, എല്ലാ കാലാവസ്ഥയും നീ അനുകൂലമാക്കി കൊടുക്കണേ. പ്രതികൂലമായ സാഹചര്യങ്ങളെ മാറ്റിക്കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ചവനെ, കുടുംബത്തിലേക്ക് വളരെ വേഗം വന്നണയാനുള്ള ഒരു സൗഭാഗ്യം നീ നൽകണേ. അള്ളാഹുവെ, ആ ഭാര്യയ്ക്കും ആ കുടുംബത്തിനുമൊക്കെ നീ സമാധാനം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ. ആ സഹോദരനെ രക്ഷപ്പെടുത്തണേ. നീ കരകയറ്റണേ. നീ സംരക്ഷിക്കണേ. അള്ളാഹുവെ പടച്ചവനെ, നീ അദ്ദേഹത്തെ കൈവിടല്ലേ. ആ ചെറുപ്പക്കാരന് എല്ലാവിധ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഇനിയുള്ള നാളേക്ക് വേണ്ടി ഒരുക്കാൻ പടച്ചവനെ അള്ളാഹുവെ നീ തൗഫീക്ക് നൽകണേ. അതുകൊണ്ട് എല്ലാവരും ആ ചെറുപ്പക്കാരന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. ഇനിയും രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. കാരണം മുമ്പായിരുന്നെങ്കിൽ നേരിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷകളൊക്കെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദിവസം പിന്നിടുന്തോറും, ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണല്ലോ, പിന്നിടുന്തോറും എല്ലാം ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണുള്ളത്. അല്ലാഹു തആല ഇത്രയും പെട്ടെന്നുള്ള